ഗൾഫ് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന അമേരിക്കൻ സൈനികരെയും അവരുടെ കോൺട്രാക്ടർമാരെയും ട്രാക്ക് ചെയ്യാൻ ഇറാൻ ഉപയോഗിച്ച പുതിയൊരു തന്ത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനായി അവർ തെരഞ്ഞെടുത്തത് ഒരു തോക്കോ ബോംബോ അല്ല, മറിച്ച് നമ്മുടെയൊക്കെ ഫോണിലുള്ള ഡാറ്റ റോമിംഗ് സാങ്കേതിക വിദ്യയും മൊബൈൽ പരസ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആഡ് ടെക് സംവിധാനങ്ങളുമാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇറാനും US-ഇസ്രായേൽ സഖ്യവും തമ്മിൽ സംഘർഷം ശക്തമായ സമയത്താണ് ഈ സൈബർ ആക്രമണം അതിന്റെ പരകോടിയിലെത്തിയത്. ഗൾഫ് മേഖലയിലാകെ 10,000-കണക്കിന് US സൈനികരാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ബഹ്റൈൻ. അമേരിക്കൻ നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം കൂടിയാണ് ബഹ്റൈൻ. ഇവിടെയുള്ള സൈനികരെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഈ നീക്കം നടത്തിയത്. മൊബൈൽ നിരീക്ഷണങ്ങളെ കുറിച്ച് പഠിക്കുന്ന മൊബൈൽ സർവൈലൻസ് മോണിറ്റർ എന്ന ഗവേഷണ സംഘടനയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി ഇതിന് പിന്നിലെ സാങ്കേതിക വിദ്യ എന്താണെന്ന് നോക്കാം. 2 പ്രധാന വഴികളിലൂടെയാണ് ഈ ട്രാക്കിംഗ് നടന്നിരിക്കുന്നത്. ഒന്നാമത്തേത് SS7 പിങ്സ്. നമ്മൾ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഫോൺ തനിയെ ലോക്കൽ നെറ്റ്വർക്കുമായി കണക്ട് ആകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ റോമിംഗ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വിദേശ നെറ്റ്വർക്കിൽ ഫോൺ ആക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കാനും അതിന്റെ ലൊക്കേഷൻ മനസ്സിലാക്കാനും ടെലികോം ശൃംഖലകൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സിഗ്നലാണ് SS7 പിങ്. ഇറാനിയൻ ഹാക്കർമാർ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാക്കുറവുള്ള ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ മുതലെടുത്ത് ഇതിലൂടെ US സൈനികരുടെ ഫോണുകൾ എവിടെയാണെന്ന് അവർ കൃത്യമായി കണ്ടെത്തുന്നു. ഇങ്ങനെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സൈബർ വിദഗ്ധനായ ഗാരി മില്ലറുടെ അഭിപ്രായത്തിൽ ഇത്തരം ട്രാക്കിംഗ് സിസ്റ്റത്തെ ഇറാനിയൻ മൊബൈൽ കമ്പനിയുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ വഴി ആഡ് ഐഡന്റിഫയറുകളാണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾ ഓരോ ഫോണിനും ഒരു പരസ്യ ID നൽകാറുണ്ട്. നമ്മൾ കാണുന്ന പരസ്യങ്ങൾ ക്രമീകരിക്കാനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഈ പരസ്യ ഐഡികളിൽ നിന്നുള്ള ഡാറ്റ വിപണിയിൽ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുൻപ് ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ശത്രുരാജ്യമായ ഇറാൻ ഈ ആഡ് ടെക് വഴി സൈനികരുടെ ഡിജിറ്റൽ വിവരങ്ങൾ വാങ്ങി അവരെ നിരീക്ഷിക്കാൻ തുടങ്ങിയതായാണ് US-നെ ശരിക്കും ഭയപ്പെടുത്തുന്നത്. ഇത് സാധാരണ ഡാറ്റ ചോർച്ച മാത്രമല്ല, ഇതിന് വലിയൊരു സുരക്ഷാ ഭീഷണിയുണ്ട്. ഫോൺ ലൊക്കേഷൻ വഴി ഒരു US സൈനികൻ എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ ക്യാമ്പുകൾ എവിടെയാണ് എന്നൊക്കെ ഇറാനിയൻ സൈന്യത്തിന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഇറാൻ പിന്തുണയുള്ള പ്രാദേശിക മിലീഷ്യകൾക്ക് US സൈനിക ക്യാമ്പുകൾക്ക് നേരെയോ അവർ താമസിക്കുന്ന ഹോട്ടലുകൾക്ക് നേരെയോ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് കൃത്യമായ ആക്രമണം നടത്താനും സാധിക്കും. ഇതാണ് അമേരിക്കൻ പ്രതിരോധ മേഖലയെ ആശങ്കപ്പെടുത്തുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ അമേരിക്കൻ ഭരണകൂടം വലിയ ജാഗ്രതയിലാണ്. അമേരിക്കൻ സെനറ്ററായ റോൺ വൈഡൻ വർഷങ്ങളായി ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകുന്ന വ്യക്തിയാണ്. ഒരു യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കൻ സൈനികരെ ലക്ഷ്യമിടാൻ വിദേശ ശത്രുക്കൾ ഇത്തരത്തിൽ കൊമേഴ്ഷ്യൽ ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിക്കുന്നത് ഇതാദ്യമായാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഗവൺമെന്റ് ജീവനക്കാരുടെ ഇത്തരം ഡിജിറ്റൽ വിവരങ്ങൾ ടെക് കമ്പനികൾ വിൽക്കുന്നത് തടയാൻ പുതിയ നിയമം കൊണ്ടുവരണമെന്നാണ് മറ്റൊരു നിയമനിർമ്മാതാവ് പാറ്റ് ഹാരിഗൻ ആവശ്യപ്പെടുന്നത്. അതേസമയം US സെൻട്രൽ കമാൻഡ് പറയുന്നത് സൈനികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ അവർ മുൻപൊരിക്കലും ഇല്ലാത്ത അതീവ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഇറാന്റെ ട്രാക്കിംഗ് തന്നെയാണ് മുൻപുണ്ടായ ആക്രമണങ്ങൾക്ക് വഴിതെളിച്ചത് എന്ന വാദം US ഒഫീഷ്യലുകൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല.